ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശ്ലീഹാ നോമ്പിൻ്റെ 3-ാം ദിവസത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. സഭ എന്ന് ആചരിക്കുന്ന അപ്പോസ്തലന്മാരുടെ നോമ്പ് വിശുദ്ധ അപ്പോസ്തലന്മാരുടെ ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്നതും അവരുടെ വിശ്വാസവും ത്യാഗവും അനുസരണവും നമ്മുടെ ജീവിതത്തിൽ പുതുക്കുവാൻ നമ്മെ വിളിക്കുന്നതുമായ ഒരു വിശുദ്ധ കാലഘട്ടമാണ്. ഇന്നത്തെ വചനഭാഗത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗലീല കടൽക്കരയിൽ നടക്കുമ്പോൾ ശീമോൻ പത്രോസിനെയും അന്ത്രയോസിനെയും വിളിക്കുന്നതാണ് നാം കാണുന്നത്. തുടർന്ന് യാക്കോബിനെയും യോഹന്നാനെയും അവിടുന്ന് തൻ്റെ ശിഷ്യരായി തിരഞ്ഞെടുക്കുന്നു. കർത്താവ് അവരോട് പറയുന്നു, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഈ ഒരു ദൈവിക വിളി അവരുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിച്ചു. അവർ തങ്ങളുടെ വലകളും തൊഴിലും ലോകബന്ധങ്ങളും ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിച്ചു. ഇതാണ് യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ മാതൃക. പ്രിയരെ, ക്രിസ്തീയ ജീവിതം ഒരു വിശ്വാസ പ്രഖ്യാപനം മാത്രമല്ല, മറിച്ച് ഒരു സമർപ്പണ ജീവിതമാണ്. അപ്പോസ്തലന്മാർ കർത്താവിനെ അനുഗമിച്ചതുപോലെ നാമും നമ്മുടെ ജഡീക ചിന്തകളെയും അഹങ്കാരത്തെയും പാപ സ്വഭാവത്തെയും ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ വഴിയിൽ നടക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോസ്തലന്മാരുടെ നോമ്പ് വെറും ആഹാര നിയമങ്ങളുടെ കാലമല്ല, ഇത് പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ആത്മീയ ശുദ്ധീകരണത്തിൻ്റെയും കാലമാണ്. ഉപവാസം ശരീരത്തെ മാത്രം നിയന്ത്രിക്കുന്നതല്ല, ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന ആത്മീയ അഭ്യാസമാണ്. ഈ വചനഭാഗം നമ്മെ 3 ആത്മീയ സത്യങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്നാമത്, ദൈവവിളി. കർത്താവ് ഇന്നും ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നു. ചിലരെ ശുശ്രൂഷയ്ക്കായി, ചിലരെ വിശുദ്ധ ജീവിതത്തിനായി, ചിലരെ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സാക്ഷികളായി. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ ഹൃദയം നിശബ്ദവും വിശുദ്ധവുമായി മാറണം. രണ്ടാമത്, അനുസരണവും ത്യാഗവും. അപ്പോസ്തലന്മാർ വൈകാതെ കർത്താവിനെ അനുഗമിച്ചു. അനുസരണമില്ലാതെ ആത്മീയ വളർച്ച സാധ്യമല്ല. ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ചിലപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെയും സൗകര്യങ്ങളെയും ഉപേക്ഷിക്കേണ്ടി വരും. മൂന്നാമത്, സുവിശേഷ സാക്ഷ്യം. മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന വചനം ഓരോ വിശ്വാസിയുടെയും ദൗത്യത്തെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വാക്കുകളിലൂടെയും മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലൂടെയും ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും സഭയിലും നാം ക്രിസ്തുവിൻ്റെ പ്രകാശമായി മാറണം. പ്രിയരെ, വിശുദ്ധ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനാൽ ശക്തരായി ലോകമെമ്പാടും സുവിശേഷം പ്രസംഗിച്ചു. അതേ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഇന്നും സഭയിൽ പ്രവർത്തിക്കുന്നു. ഈ നോമ്പുകാലം നമ്മുടെ ആത്മീയ ജീവിതത്തെ പുതുക്കുകയും കൂടുതൽ പ്രാർത്ഥനയിലേക്കും വിശുദ്ധിയിലേക്കും നമ്മെ നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.